യൂണിഫൈ സ്റ്റുഡിയോ 30 ദിവസത്തെ ഇമോഷണൽ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻസ് എന്താണ് നമുക്ക് അതിൻ്റെ മേളിലുള്ള കൺട്രോൾ, ഇതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആക്ച്വലി നമുക്ക് എല്ലാവർക്കും പല ഇമോഷൻസ് ഉണ്ടാവും. നമുക്ക് ചിലത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ 1-2 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രോപ്പറായ ഗൈഡൻസ് കിട്ടുകയുണ്ടായി. നമ്മുടെ ഇമോഷൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ, പോസിറ്റീവ് നെഗറ്റീവ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നത് സന്തുലിതമാക്കുക എന്നൊരു പർപ്പസാണ് ഇമോഷണൽ ബാലൻസിംഗ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായി. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ, ഓരോ ഇമോഷൻസിനെ നമ്മൾ നെയിം ചെയ്യുന്ന. ഇമോഷണൽ ബാലൻസിങ് എന്താണ് നമ്മുടെ ഇമോഷൻസ്, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനുള്ള മെക്കാനിക്കലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ജിഷാൻ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. 2-3 കാര്യങ്ങൾ നമുക്ക് ഡെഫിനറ്റായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുണ്ടായി. ഒന്ന്, ഡിസിഷൻ മേക്കിംഗ് പ്രോപ്പർ ആകാൻ പറ്റും. ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾ നമുക്ക് എടുക്കുന്ന ഡിസിഷൻ കുറച്ചുകൂടെ പ്രോംപ്റ്റായിട്ട് തിങ്ക് ചെയ്തെടുക്കാനുള്ളൊരു എബിലിറ്റി നമ്മളിലേക്ക് ഉണ്ടാവും. I am now confident that I improved my ability to control the emotions. നമുക്ക് ഇമോഷണൽ ബാലൻസിങ് നമുക്ക് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാം എന്നതിന് വ്യക്തമായ ഒരു എക്സാമ്പിൾ ആയിരുന്നു ഈ 30 ദിവസത്തെ ചാലഞ്ച്. താങ്ക് യു. Thank you, Unify Yoga mentors, for arranging such a challenging task.